കറ്റലോണിയൻ ഡെർബി, അതും എസ്പാനിയോളിന്റെ ഹോം ഗ്രൗണ്ടായ RCD സ്റ്റേഡിയത്തിൽ. ആ മത്സരം ഒരിക്കലും എളുപ്പമാവില്ലെന്നുറച്ചാണ് ബാഴ്സ കളിക്കാൻ ഇറങ്ങുന്നത്. കാരണം തിങ്ങി നിറഞ്ഞ ആ ഗാലറിക്ക് ഇത് വെറും മത്സരമല്ല, ഒരു പോരാട്ടം കൂടിയാണ്. ഫെറാൻ ടോറസ്, മാർക്കസ് റാഷ്ഫോർഡ്, ലമീൻ യമാൽ, റാഫീഞ്ഞ മാച്ച് വിന്നറാകാൻ പോകുന്ന ഒരു വലിയ പട തന്നെ 11 ഇറക്കിയ ബാഴ്സയുടെ രക്ഷകനായത് പക്ഷേ മറ്റൊരുവനാണ്, ജോൺ ഗാർഷ്യ എന്ന 6 അടി 4 ഇഞ്ചുകാരൻ. എണ്ണം പറഞ്ഞ 13 ഷോട്ടുകൾ, അതിൽ 6 എണ്ണം ലക്ഷ്യത്തിലേക്ക്. പക്ഷേ ജയിക്കാൻ ഉറച്ചിറങ്ങിയ എസ്പാനിയോളിനോട് ഒരു ബിഗ് നോ പറയാനായിരുന്നു ഗാർഷ്യയുടെ തീരുമാനം. ക്ലീൻ ഷീറ്റ് വേണമെന്ന് ഉറപ്പിച്ചിറങ്ങിയ അയാളുടെ നിശ്ചയദാർഢ്യം പെർഫോമൻസിലും തെളിഞ്ഞു കണ്ട നിമിഷം. നഗരവൈരികളായ എസ്പാനിയോൾ ഗാലറിയുടെ പവർ എന്താണെന്ന് നന്നായി അറിയുന്നവനാണ് ഗാർഷ്യ. അക്കാഡമി കാലം മുതൽ ഏതാണ്ട് 9 വർഷത്തോളം ആ കുപ്പായത്തിൽ കളിച്ചവൻ. കഴിഞ്ഞ സീസണിൽ റെലഗേഷൻ ഭീഷണിയിൽ നിന്ന് ടീമിനെ താഴെ വീഴാതെ പിടിച്ചു നിന്നവൻ. അതുകൊണ്ട് തന്നെ തൻ്റെ മടങ്ങി വരവിൽ അവർ തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അയാൾക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു. ജോൺ റാറ്റ, യൂദാസ് ഗാർഷ്യ, ഡോളർ ബിൽ രൂപത്തിലും എലിയുടെ ചിത്രവുമൊക്കെയായി ഗാർഷ്യക്കായുള്ള വരവേൽപ്പിന് സർവ്വസജ്ജരായിരുന്നു എസ്പാനിയോൾ ആരാധകർ. ഗാലറിക്ക് അകത്തും പുറത്തും ബാനറുകളുമായി അവർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടേയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എസ്പാനിയോൾ വിട്ട് ബാർസയിൽ ചെയ്യുന്ന താരത്തിന് ഒറ്റുകാരൻ എന്നതിനപ്പുറം മറ്റൊരു വിശേഷണം നൽകാനില്ലായിരുന്നു. വാമപ്പ് സമയത്ത് പോലും അവർ താരത്തെ വെറുതെ വിട്ടില്ല. കൂവിവിളിയും അധിക്ഷേപവുമായി ഗാലറി ഒരു നിമിഷം പോലും അടങ്ങിയിരുന്നില്ല. പക്ഷേ ഇതെല്ലാം ആദ്യമേ മുന്നിൽ കണ്ട ഗാർഷ്യ താൻ ആരാണെന്നും എന്താണെന്നും തെളിയിക്കാനുള്ള അവസരമായി അതിനെ മാറ്റിയെടുത്തു. മത്സരത്തിന്റെ 21-ാം മിനിറ്റ് പന്തുമായി ബാഴ്സ ബോക്സിലേക്ക് കടന്ന റോബർട്ടോ ഫെർണാണ്ടസ് പോസ്റ്റിലേക്ക് തൊടുത്ത ക്ലോസ് റേഞ്ച് ഷോട്ടിനെ ജോൺ ഗാർഷ്യ സമർത്ഥമായി തടുത്തിടുന്നു. റീബൗണ്ടിലേക്ക് ഓടിയെടുക്കുന്ന എസ്പാനിയോൾ താരത്തെ കണ്ട ഗാർഷ്യ അപകടമണത്തോടെ മുന്നിൽ നിന്ന ജെറാഡ് മാർട്ടിനെ പന്തിലേക്ക് തള്ളിയിട്ടു. ഗാർഷ്യയുടെ ആ തീരുമാനം ശരിവെക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പന്തിലേക്ക് സ്ലൈഡ് ചെയ്തു വന്ന പെറേമിലയുടെ ഷോട്ട് ജെറാഡ് മാർട്ടിനെ ദേഹത്ത് തട്ടി പുറത്തേക്ക് തെറിച്ചു. ഗോൾ ഭയന്ന് തലയിൽ കവിച്ച ബാർസ ആരാധകർ വണ്ടറടിച്ചിരുന്ന നിമിഷം. 40-ാം മിനിറ്റിൽ വീണ്ടും ഒരു എസ്പാനിയോൾ മുന്നേറ്റം. ഇടത് വിങ്ങിലൂടെ മുന്നേറിയ എസ്പാനിയോൾ താരം ഫസ്റ്റ് പോസ്റ്റിൽ നിലയുറപ്പിച്ച പെറേമിലയുടെ തലപ്പൊക്കത്തിൽ കൃത്യമായൊരു ക്രോസ് ഉയർത്തി നൽകുന്നു. ഫസ്റ്റ് പോസ്റ്റിൽ ക്ലോസ് റേഞ്ചിലെ ഹെഡർ ഫിനിഷ് ഗോളെന്നുറപ്പിച്ച മില്ലക്ക് പക്ഷേ തെറ്റി. വായുവിൽ ഉയർന്നു പൊങ്ങിയ ഗാർഷ്യ തന്റെ വലം കൈകൊണ്ട് പന്തിനെ ക്രോസ് ബാറിന് മുകളിലൂടെ പറഞ്ഞയച്ചു. ഗോൾ ആവേശിക്കാൻ ഉറപ്പിച്ച എസ്പാനിയോൾ താരങ്ങൾ അതെങ്ങനെ പുറത്തുപോയെന്ന ആശ്ചര്യത്തിൽ തലയിൽ കൈവച്ച് നിന്നു. മത്സരം 2-ാം പകുതിയിലേക്ക് കടന്നു. 63-ാം മിനിറ്റ് പന്തുമായി മുന്നേറിയ റോബർട്ടോ ഫെർണാണ്ടസിനെ പൂട്ടാൻ ജെറാഡ് മാർട്ടിനും ഹ്യൂലസ് കോണ്ടയും ഒരുമിച്ചൊരു ശ്രമം നടത്തി. പക്ഷേ ആ പൂട്ടൊക്കെ പൊളിച്ച് താരം ബോക്സിലേക്ക് കടന്നു. ഗാർഷ്യയെ കൂടി കബളിപ്പിച്ച് വലയിലേക്ക് നിറയൊഴിക്കാൻ ഒരുങ്ങിയ താരത്തിന് പക്ഷെ പിഴച്ചു. ഒരു ഫുൾ സ്ട്രെച്ച് അറ്റംപ്റ്റിൽ ഗാർഷ്യ താരത്തിന്റെ കാലിൽ നിന്നും പന്ത് തട്ടിയകറ്റി. ഗോൾ നേടാൻ കോർണറുകളുടെ രൂപത്തിൽ ബാർസക്ക് അവസരങ്ങൾ ലഭിച്ചെങ്കിലും കുണ്ടയുടെയും എറിക് ഗാർഷ്യയുടെയും ശ്രമങ്ങൾ ഫലം കണ്ടില്ല. 75-ാം മിനിറ്റിൽ കാർലോസ് റൊമേറോ ഒരിക്കൽ കൂടി ഗാർഷ്യയെ പരീക്ഷിച്ചെങ്കിലും തന്റെ ഇടത്തേക്കുള്ളൊരു ഫുൾ ലെങ്ത് ഡ്രൈവിൽ ഗാർഷ്യ അതിനെ കോർണറാക്കി ഒതുക്കി. കളി അവസാന 5 മിനിറ്റിലേക്ക് കിടക്കുന്നു. ഒരു ഗോൾ രഹിത സമനിലയെ ജയത്തിന് തുല്യമെന്ന് ഉറപ്പിച്ച് എസ്പാനിയോൾ ആരാധകർ ഗാലറിയിൽ ആർപ്പുവിളികൾ തുടങ്ങിയിരുന്നു. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ രൂപത്തിൽ ഫ്ലിക്ക് അതിനുള്ള കൗണ്ടർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. എസ്പാനിയോൾ ബോക്സിന്റെ നടുവിൽ നിന്ന് പന്തുമായി മുന്നേറിയ ഫെർമിൻ ഇടത് വിങ്ങിൽ ഓൽമോയിലേക്ക് ഒരു സ്ക്വയർ പാസ് നൽകുന്നു. ബോളിന്റെ മൂവ്മെന്റ് കൃത്യമായി ജഡ്ജ് ചെയ്ത ഓൽമോ ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ പന്ത് സെക്കൻഡ് പോസ്റ്റിലേക്ക് വളച്ചിറക്കി. ഇളകാ കോട്ട പോലെ അതുവരെ കാത്ത വലയിൽ ഗോൾ വീണതോടെ ഗാലറി നിശബ്ദമായി. അധികം വൈകാതെ ബാർസ രണ്ടാമതും ലക്ഷ്യത്തിലെത്തി. വലത് വിങ്ങിലൂടെ മുന്നേറിയ ഫെർമിന്റെ ഒരു പെർഫെക്റ്റ് കട്ട് ബാക്കിന് ലെവൻഡോസ്കിയുടെ ഒരു പെർഫെക്റ്റ് ടച്ച്. 2-ാം ഗോൾ കൂടിയായതോടെ ബാർസ മത്സരം തങ്ങളുടേതാണെന്ന് ഉറപ്പിച്ചു. 90 മിനിറ്റിൽ ബോക്സിനുള്ളിൽ നടത്തിയത് 6 സേവുകൾ, അതിൽ 4 എണ്ണം ഫുൾ ലെങ്ത് ഡൈവിൽ. ഒപ്പം മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡും. കഴിഞ്ഞ സമ്മറിൽ ബാർസ കൊടുത്ത് 25 മില്യൺ യൂറോ 100% അവർക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. സീസണിൽ ഇതുവരെ 33 സേവുകളുടെ ബലത്തിൽ നേടിയെടുത്തത് 7 ക്ലീൻ ഷീറ്റുകളാണ്. പരിക്കേറ്റ് 2 മാസത്തോളം പുറത്തിരുന്നിട്ടും ലീഗിലെ ക്ലീൻ ഷീറ്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്താണ് ഗാർഷ്യ. മുഴുവൻ മത്സരവും കളിച്ച തിബോ കോർട്ടോയിസിനേക്കാൾ വെറും 1 ക്ലീൻ ഷീറ്റിന്റെ വ്യത്യാസം. ജോൺ ഗാർഷ്യ കൂടി ഫോമിലേക്ക് ഉയരുമ്പോൾ റയലിനോളം തലപുകയുന്ന മറ്റൊരാൾ കൂടിയുണ്ട് സ്പെയിനിൽ, ദേശീയ ടീം പരിശീലകൻ ലാ ഫുവന്റെ. പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ഗോൾ കീപ്പറായ ഡേവിഡ് റയയെ തന്നെ പുറത്തിരുത്തിയ ഫുവന്റെക്ക് ഇനി ഗാർഷ്യയെ കൂടി മാറ്റി നിർത്തുന്നതിന് പുതിയ കാരണങ്ങൾ തേടേണ്ടി വരും. ജയത്തോടെ 49 പോയിന്റിലേക്ക് ഉയർന്ന ബാർസ തങ്ങളുടെ 1-ാം സ്ഥാനം ഒരിക്കൽ കൂടി അരക്കെട്ടിട്ട് ഉറപ്പിക്കുകയാണ്. 2-ാം പകുതിയിലേക്ക് കടന്ന സീസണിൽ ഇനി കനത്ത പോരാട്ടങ്ങളുടെ നാളുകളാണ് വരാനുള്ളത്. ആവേശ പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം.